പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് PO ഗേറ്റ് പാർട്ട് 1 ഒരു പോർഷനാണ്. ഈ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരുന്നവർക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജിയോഗ്രഫിയാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് അതിപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ PO ഗേറ്റ് പാർട്ട് 1 അതായത് പോസ്റ്റലിൻ്റെ പോർഷൻ പഠിപ്പിക്കാൻ പോവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം അടുത്ത് വരുവാണ്. കുറേയധികം കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയ പോർഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ PO ഗേറ്റിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റലിൻ്റെ പോർഷൻസിലോട്ട് കടക്കുവാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് 21 പോസ്റ്റൽ സർക്കിളുകൾ, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, പിന്നെ ഓരോ സർക്കിളിൻ്റെ അണ്ടറിലും വരുന്ന ജൂറിസ്ഡിക്ഷണൽ ഏരിയാസ്, അതായത് സ്റ്റേറ്റുകൾ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് പോർഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ പേര് തന്നിട്ട് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ ഏതാണെന്ന് ചോദിക്കും. ചിലപ്പോൾ റെയറായിട്ട് അതിൻ്റെ അണ്ടറിലുള്ള ഏരിയാസിൻ്റെ കാര്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഈ 21 പോസ്റ്റൽ സർക്കിൾസും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും പിന്നെ അതിൻ്റെ ഓരോ സർക്കിളിൻ്റെ അണ്ടറിൽ വരുന്ന ജൂറിസ്ഡിക്ഷണൽ ഏരിയാസും നമ്മൾ കോഡ് വൈസാണ് പറഞ്ഞു പോകുന്നത്, കോഡ് വെച്ച് ലിങ്ക് ചെയ്തിട്ട്. അപ്പോൾ 21 പോസ്റ്റൽ സർക്കിളും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽറ്റിയാണ്, തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആന്ധ്രാപ്രദേശ്, ആസാം, ഇതൊക്കെ സ്റ്റേറ്റുകളുടെ പേര് തന്നെയാണ് സർക്കിളിൻ്റെ പേരായിട്ട് വരുന്നത്. നമ്മൾ ആൾറെഡി ജനറൽ നോളജിനകത്ത് ഈ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെ ക്യാപിറ്റൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാപിറ്റലിൻ്റെ പേരും നമ്മുടെ പോസ്റ്റലിൻ്റെ ഹെഡ് ക്വാർട്ടറിൻ്റെ പേരും തമ്മിൽ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷൻ കുറയ്ക്കാം. നമുക്ക് ഓരോ സർക്കിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും അതിൻ്റെ അണ്ടറുള്ള ഏരിയാസും കോഡ് വെച്ച് അങ്ങ് ലിങ്ക് ചെയ്ത് വെക്കാം. അതുകൊണ്ട് നമുക്ക് ആ ജനറൽ നോളജിൻ്റെ കേസ് വരുന്ന ക്യാപിറ്റലുമായിട്ട് തിരിഞ്ഞു പോകത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സർക്കിളിൻ്റെ പേര് പറഞ്ഞിട്ടങ്ങോട്ട് പോകാം. ആദ്യത്തെ ആന്ധ്രാപ്രദേശിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഏരിയാസ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശും പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള യാനമാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ വിജയവാഡയാണ്. അപ്പോൾ ഇതിനൊരു കോഡ് വെച്ച് ലിങ്ക് ചെയ്യാണ് IA വാഡ നോർത്താൽ മതി. IA ആന്ധ്രാപ്രദേശ്, എന്നുള്ളത് യാനത്തിൻ്റെ, വാഡ ഫോർ വിജയവാഡ. അപ്പോൾ IA വാഡ എന്ന് ഓർത്തിരിക്കുന്ന വഴി ആന്ധ്രാപ്രദേശ്, യാനം, വിജയവാഡ. അടുത്ത ആസാമാണ്. ആസാമിൻ്റെ അണ്ടറിൽ വരുന്നത് ആസാം സ്റ്റേറ്റ്, ക്യാപിറ്റൽ ഗുവാഹട്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് സാമിൻ്റെ കുട്ടി എന്ന് ഓർത്താൽ മതി. സാമിൻ്റെ കുട്ടി, സാമിനകത്ത് നമുക്ക് ആസാം എന്ന് കിട്ടും, കുട്ടിനകത്ത് ഗുവാഹട്ടി എന്ന് കിട്ടും. അടുത്തത് ബീഹാർ സർക്കിളാണ്. ബീഹാർ സർക്കിളിൻ്റെ അണ്ടറിൽ വരുന്ന ഏരിയ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബീഹാർ തന്നെയാണ്, കുഴപ്പമില്ല. ഹെഡ് ക്വാർട്ടർ പാറ്റ്നയാണ്. അപ്പോൾ അതിനകത്ത് കോഡ് ഭീകരമായൊരു പാറ്റ എന്ന് ഓർത്ത് വയ്ക്കുക. ഭീകരം എന്നുള്ളത് ബീഹാർ എന്ന് കിട്ടും, പാറ്റ എന്നുള്ളത് പാറ്റ്ന എന്ന് കിട്ടും. അടുത്ത ഛത്തീസ്ഗഡ് സർക്കിളിൻ്റെ അണ്ടറിൽ വരുന്ന ഛത്തീസ്ഗഡ് തന്നെയാണ്. ഹെഡ് ക്വാർട്ടർ റായ്പൂരാണ്. അപ്പോൾ ഇതിനകത്തൊരു കോഡെന്ന് പറയുന്നത് ചത്ത റാംജിറാവ്. അറിയില്ല, റാംജിറാവ് സിനിമ. ചത്ത എന്നുള്ളത് ഛത്തീസ്ഗഡ് സർക്കിൾ, റാംജിറാവ് എന്നുള്ളത് റായ്പൂർ. അടുത്ത ഡൽഹി സർക്കിളാണ്. അത് ഒരു കൺഫ്യൂഷനുമില്ല, അണ്ടറിൽ വരുന്നത് ഡൽഹിയാണ്, ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയാണ്. അടുത്തത് ഗുജറാത്ത് സർക്കിളാണ്. ഗുജറാത്ത് സർക്കിൾ എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഏരിയാസ് അധികം വരുന്നുണ്ട്. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ കുഴപ്പമില്ല, അഹമ്മദാബാദാണ്. ഗുജറാത്ത് സർക്കിളിൻ്റെ അണ്ടറിൽ ഗുജറാത്ത് വരുന്നുണ്ട്, ദാമൻ ആൻഡ് ദിയു, ദാദ്ര ആൻഡ് നഗർ ഹവേലി എന്ന യൂണിയൻ ടെറിട്ടറിയും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനുള്ള കോഡെന്ന് പറയുന്നത് ഗുജറാത്തിൽ മുഴുവൻ അഹങ്കാരികളായ ദാതകളെന്നാണ്. അപ്പോൾ ഗുജറാത്ത് കലാപം എന്നൊക്കെ വെച്ച് നമുക്ക് അതിനെ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഗുജറാത്ത് സർക്കിള് മുഴുവൻ അഹങ്കാരികളായ, അപ്പം ഹെഡ് ക്വാർട്ടർ അഹമ്മദാബാദ്, അഹങ്കാരി അഹമ്മദാബാദ്. ദാതകൾ എന്നുള്ളതിനകത്ത് നിന്ന് ദാമൻ ആൻഡ് ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി, അതായത് ആദ്യത്തെ ദാ ഫോർ ദാമൻ ആൻഡ് ദിയു, രണ്ടാമത്തെ ദാ ഫോർ ദാദ്ര ആൻഡ് നഗർ ഹവേലി. ഓക്കെ, അടുത്ത സർക്കിൾ ഹരിയാനയാണ്. ഹരിയാന അംബാല. അറിയാമല്ലോ, ഹരിയാന തന്നെയാണ് വരുന്നത് ഏരിയയിൽ. അംബാലയാണ് ഹെഡ് ക്വാർട്ടർ. ഹരി എന്ന ബാലൻ എന്ന് ഓർക്കുക, ഹരി എന്ന ബാലൻ. ഹരി ഫോർ ഹരിയാന, ബാലൻ ഫോർ അംബാല, ബാല. അടുത്ത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശ് ഷിംല. കൺഫ്യൂഷനില്ല, ഇതിനകത്ത് എളുപ്പമാണ്. ഷിം ഓക്കെ, രണ്ടിലും HIM ഉണ്ട്. ഹിമാചൽ പ്രദേശ്, ഷിം, അതിനകത്തും HIM ഉണ്ട്. അടുത്ത ജമ്മു ആൻഡ് കാശ്മീരാണ്. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ അണ്ടറിൽ വരുന്നത് ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നീ യൂണിയൻ ടെറിട്ടറികളാണ്. ശ്രീനഗറാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ. അപ്പോൾ കോഡെന്ന് പറയുന്നത് ശ്രീമാൻ LJP എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ലിജോ ജോസ് പല്ലിശ്ശേരി, മലയാളത്തിൻ്റെ ഡയറക്ടർ.
അപ്പോൾ ശ്രീമാൻ എന്നുള്ളതിന് ശ്രീനഗർ, LJ ലഡാക്ക്, J ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ശ്രീനഗറിൽ നിന്ന് ആ കോഡിൽ നിന്ന് ഓർത്തെടുക്കാം. അടുത്ത് ജാർഖണ്ഡ് സർക്കിൾ. ജാർഖണ്ഡ് റാഞ്ചി. അപ്പോൾ ആ കോഡ് സിമ്പിളാണ്. റാഞ്ചി കൊണ്ടുപോയി എന്നുള്ളത്. റാഞ്ചി കൊണ്ടുപോയി. അപ്പം ജാർഖണ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് റാഞ്ചി എന്ന് ഓർത്തെടുക്കാം. അടുത്ത കർണാടക ബാംഗ്ലൂരു, പ്രശ്നമില്ല. കന്നഡ ഊര് എന്ന് ഓർത്താൽ മതി. കന്നഡ എന്നുള്ളത് കർണാടക എന്ന് കൊടുക്കുക. ഊര് ബാംഗ്ലൂര്. ഓക്കെ, അപ്പോൾ അടുത്തത് കേരളമാണ്. കേരളം വരുന്നുണ്ട്, ലക്ഷദ്വീപ് വരുന്നുണ്ട്, പിന്നെ പുതുച്ചേരിയുടെ ഭാഗമുള്ള മാഹി വരുന്നുണ്ട്. ഹെഡ് ക്വാർട്ടർ തിരുവനന്തപുരമാണ്. ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് അധികം വരുന്നുണ്ട്. അപ്പോൾ കോഡ് വേണമെങ്കിൽ നമുക്ക് KL2 മലയാളി ഓർത്ത് വെക്കാം. അപ്പോൾ KL2 അറിയാലോ, KL2 നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് KL2 മലയാളി ഓർത്താൽ മതി. KL ഫോർ കേരള ലക്ഷദ്വീപ്, 2 ഫോർ 2 ട്രിവാൻഡ്രം, T2 അങ്ങനെ ഓർക്കുക. മലയാളി മാഹി എന്നുള്ളത് കണക്ട് ചെയ്യും. ഓക്കെ, അടുത്തത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് തന്നെ ഭോപ്പാലാണ്. ഇതിനകത്ത് മധ്യ ദുരന്തം എന്ന് ഓർത്താൽ മതി. ഭോപ്പാൽ ദുരന്തം നമ്മൾ കേട്ടിട്ടുണ്ട്. ഭോപ്പാൽ ദുരന്തം. ഇപ്പം മധ്യപ്രദേശിൻ്റെത് ഭോപ്പാലാണ് ഹെഡ് ക്വാർട്ടർ എന്ന് ഓർത്തെടുക്കാം. അടുത്തത് മഹാരാഷ്ട്ര സർക്കിളാണ്. മഹാരാഷ്ട്ര സർക്കിൾ അണ്ടറിൽ മഹാരാഷ്ട്ര, ഗോവ, ഹെഡ് ക്വാർട്ടർ മുംബൈ. അപ്പോൾ അതിനകത്ത് MG ശ്രീകുമാർ മുൻപന്തിയിൽ നിൽക്കുന്നൊരു ഗായകനാണ് എന്ന് ഓർത്ത് വയ്ക്കുക. MG എന്നുള്ളതിനകത്ത് മഹാരാഷ്ട്ര, G ഗോവ, മുൻപന്തിയിൽ മുംബൈ. MG ശ്രീകുമാർ മുൻപന്തിയിൽ നിൽക്കുന്നൊരു ഗായകനാണെന്ന് ഓർക്കുക. അടുത്തത് നോർത്ത് ഈസ്റ്റേൺ സർക്കിളാണ്. അതിനകത്ത് കുറച്ച് അധികം പേരുകൾ വരുന്നുണ്ട്. അരുണാചൽ പ്രദേശ് വരുന്നുണ്ട്, മണിപ്പൂർ വരുന്നുണ്ട്, മിസോറാം വരുന്നുണ്ട്, മേഘാലയ വരുന്നുണ്ട്, നാഗാലാൻഡ് വരുന്നുണ്ട്, ത്രിപുര വരുന്നുണ്ട്. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഷില്ലോങ് ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് കോഡ് ഉപയോഗിക്കാം. ആ കോഡ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ കൺഫ്യൂഷൻ അങ്ങ് മാറും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ കോഡെന്ന് പറയുന്നത് നിമിഷം എന്ന കവിത എഴുതിയത് MTയുടെ മാമനാണെന്നാണ്. നിമിഷം എന്ന കവിത എഴുതിയത് MTയുടെ മാമനാണ്. കുറച്ച് വലിയ കോഡാണ്, ക്ഷമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കുറച്ച് അധികമുണ്ട്. അതെല്ലാം നമുക്ക് ഓർത്തിരിക്കണം. നിമിഷം അതിനകത്ത് NE അതായത് നോർത്ത് ഈസ്റ്റേൺ സർക്കിൾ. നിമിഷം ഫോർ ഷില്ലോങ്, അതായത് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഷില്ലോങ് എന്നാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സർക്കിളിൻ്റെ അണ്ടറിൽ വരുന്ന ഏരിയാസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിമിഷം എന്ന കവിത എഴുതിയത് MT ഫോർ MT വാസുദേവൻ നായർ, M ഫോർ മണിപ്പൂർ, T ഫോർ ത്രിപുര. MTയുടെ മാമനാണ്. മാമൻ എന്നുള്ളത് MAMN ആണ് കേട്ടോ. MAN ഇല്ല, MAMN. M ഫോർ മിസോറാം, A ഫോർ അരുണാചൽ പ്രദേശ്, M ഫോർ മേഘാലയ, N ഫോർ നാഗാലാൻഡ്. അടുത്ത സർക്കിൾ ഒഡീഷയാണ്. ഒഡീഷ ഭുവനേശ്വർ, ഹെഡ് ക്വാർട്ടർ ഭുവനേശ്വർ. പൂവൻ കോഴി ഓടി എന്ന് ഓർത്താൽ മതി. ഭുവൻ എന്നുള്ളത് ഭുവൻ കോഴി ഓടി, അതാണ് ഒഡീഷ. അടുത്ത പഞ്ചാബിൻ്റെ അണ്ടറിൽ പഞ്ചാബ് വരുന്നുണ്ട്, ചണ്ഡീഗഡ് എന്ന യൂണിയൻ ടെറിട്ടറി വരുന്നുണ്ട്. പഞ്ചാബ് ചണ്ഡീഗഡ് ഹെഡ് ക്വാർട്ടർ ചണ്ഡീഗഡ്. അപ്പോൾ അത് PCC എന്ന് ഓർത്താൽ മതി. PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ P ഫോർ പഞ്ചാബ്, C ഫോർ ചണ്ഡീഗഡ്, C ഫോർ ഹെഡ് ക്വാർട്ടർ ചണ്ഡീഗഡ്. ഓക്കെ, അടുത്ത രാജസ്ഥാൻ ജയ്പൂർ. അപ്പോൾ രാജാവിന് ജയ് വിളിക്കാമെന്ന് ഓർക്കുക. അപ്പോൾ രാജസ്ഥാൻ ജയ്പൂർ ഹെഡ് ക്വാർട്ടർ. അടുത്ത തമിഴ്നാടിനകത്ത് തമിഴ്നാട് വരുന്നുണ്ട്, പോണ്ടിച്ചേരി വരുന്നുണ്ട്. അപ്പോൾ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ചെന്നൈയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിറയെ പാണ്ടികളാണെന്ന് ഓർത്താൽ മതി. അപ്പം തമിഴ്നാട്, പോണ്ടിച്ചേരി, ഹെഡ് ക്വാർട്ടർ ചെന്നൈ നമ്മളല്ലാതെ ഓർത്തെടുക്കുക. ഓക്കെ, അടുത്ത തെലുങ്കാന ഹൈദരാബാദ്. ഹൈടെക് എന്ന് ഓർക്കുക. ഹൈ ഫോർ ഹൈദരാബാദ്, ടെക് ഫോർ തെലുങ്കാന. അടുത്ത ഉത്തർപ്രദേശ് സർക്കിൾ. ഉത്തർപ്രദേശ് ലക്നൗ. ലോക്കപ്പ് എന്ന് ഓർക്കുക. അപ്പോൾ ലോക്ക് എന്നതിനകത്ത് നമുക്ക് ലക്ക് എന്ന് കിട്ടും. ലക്നൗ. അപ്പ് UP ഉത്തർപ്രദേശ്. അടുത്ത ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ. അപ്പോൾ അതിൻ്റെ കോഡെന്ന് പറയുന്നത് ഡിറൈവ് ചെയ്ത് ആണ് ഉത്തരം കിട്ടുന്നത്. നമ്മൾ ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്തതിൽ ഉത്തരം കിട്ടുന്നത്. ഡിറൈവ് എന്നുള്ളതാണ് ഡെറാഡൂൺ ഓർത്തെടുക്കുക. ഉത്തരം കിട്ടുന്നു ഉത്തരാഖണ്ഡ്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ലിങ്ക് ചെയ്ത് വെക്കാം.
അടുത്തത് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ നേരത്തെ നോർത്ത് ഈസ്റ്റേൺ സർക്കിളിന് കുറച്ച് അധികം ഡീറ്റെയിൽസ് വരുന്നുണ്ട്, കുറച്ച് കൺഫ്യൂസിങ് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതായത് വെസ്റ്റ് ബംഗാൾ വരുന്നുണ്ട്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ വരുന്നുണ്ട്, സിക്കിം വരുന്നുണ്ട്. ഹെഡ് ക്വാർട്ടർ കൊൽക്കത്തയാണ്. അപ്പോൾ അതിൻ്റെ കോഡെന്ന് പറയുന്നത് ശനിയാഴ്ച ഓഫീസുകളിലൊക്കെ ബംഗാളിയെ പോലെ കട്ടപ്പണി എടുക്കണം എന്ന് ഓർത്താൽ മതി. അപ്പോൾ ബംഗാളി എന്നുള്ളതിനകത്ത് നിന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്ന് കണക്ട് ചെയ്യാം. ശനി എന്ന് പറയുന്നത് ഈ SANI, അതായത് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന വെസ്റ്റ് ബംഗാൾ അണ്ടറിൽ വരുന്ന ഏരിയാസ് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എസ് ഫോർ സിക്കിം, ANI ഉപയോഗിക്കുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. SANI വെച്ചിട്ട് സിക്കിം കിട്ടും, ആൻഡമാൻ ആൻഡ് നിക്കോബാർ കിട്ടും. പിന്നെ ശനിയാഴ്ച ഓഫീസിൽ കട്ട ഫോർ കൊൽക്കത്ത. ഓക്കെ, അങ്ങനെ നമുക്ക് വെസ്റ്റ് ബംഗാൾ സർക്കിളിന് അണ്ടറിലുള്ള ഏരിയാസും കിട്ടി, ഹെഡ് ക്വാർട്ടറും കിട്ടി. ഇനി അവശേഷിക്കുന്നത് ബേ സർക്കിളാണ്, APSൻ്റെ ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹി. അത് പഠിച്ചു വെച്ചേക്കാം, എല്ലാം അങ്ങ് കോഡിട്ട് ലിങ്ക് ചെയ്താൽ ശരിയല്ലല്ലോ. അപ്പോൾ ബേ സർക്കിളിൻ്റെ ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 23 സർക്കിളുകളും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ പേരും ഓരോ സർക്കിളിന് അണ്ടറിൽ വരുന്ന ഏരിയാസും കോഡ് വെച്ച് ലിങ്ക് ചെയ്ത് പറഞ്ഞു പോയി. ഇനി തുടർന്നും നമ്മൾ പോസ്റ്റൽ സംബന്ധമായിട്ടുള്ള വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്